ലോക വൃക്ക ദിനത്തിൻ്റെ ഭാഗമായി KMCT ആശുപത്രി നെഫ്രോളജി വിഭാഗം വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത നെഫ്രോളജിസ്റ്റുമാരായ ഡോക്ടർ രാജേഷ് PK, ഡോക്ടർ സുനയന P, ഡോക്ടർ ജോമു സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത്. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് സൗജന്യ ആരോഗ്യ പരിശോധനയും വിദഗ്ധ മാർഗനിർദ്ദേശവും നേടിയതായി ആശുപത്രി അധികൃതർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോക വൃക്ക ദിനത്തിൻ്റെ ഭാഗമായി KMCT ആശുപത്രി നെഫ്രോളജി വിഭാഗം വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചതായി ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത നെഫ്രോളജിസ്റ്റുമാരായ ഡോക്ടർ രാജേഷ് PK, ഡോക്ടർ സുനയന P, ഡോക്ടർ ജോമു സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത്. വൃക്കരോഗങ്ങൾക്കുള്ള പ്രാഥമിക പരിശോധനകളും ആരോഗ്യ നിർദ്ദേശങ്ങളും ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു. ഇന്ന് ലോക വൃക്ക ദിനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിഡ്നി രോഗങ്ങളെക്കുറിച്ചുള്ളൊരു അവയർനെസ്, ഒരു അവബോധത്തിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പ് ഞങ്ങൾ KMCT മെഡിക്കൽ കോളേജ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഒരു സ്ക്രീനിങ് ക്വസ്റ്റ്യനെയർ സമൂഹത്തിൽ വിതരണം ചെയ്തു. ഗൂഗിൾ ഫോം വഴി, വാട്സപ്പ് വഴിയൊക്കെ വിതരണം ചെയ്തു. അതിൻ്റെ റെസ്പോൺസുകൾ കിട്ടി. ഏകദേശം 1000-ഓളം ആൾ പങ്കെടുത്തു. നമ്മളതിൽ നിന്ന് ഷുഗറുള്ള, BP ഉള്ള, അങ്ങനെ കിഡ്നി രോഗ സാധ്യതയുള്ള ആൾക്കാർക്ക് നമ്മൾ മെസ്സേജ് അയച്ചു. അതിൽ കുറച്ച് പേര്, ഒരു 300-ഓളം പേര് നമ്മുടെ ക്യാമ്പിന് വന്നു എന്ന്. അവരുടെ രക്തം, മൂത്രം നമ്മൾ പരിശോധിച്ചു. അതിൽ ഏകദേശം 100-ഓളം ആൾക്ക് തുടക്കത്തിലുള്ള ഏർലി സ്റ്റേജസ് ഓഫ് കിഡ്നി ഡിസീസസ്, വൃക്കരോഗങ്ങളെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട തുടർ പരിശോധനകളും ചികിത്സകളും ഞങ്ങൾ ഇന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലോക വൃക്ക ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഞങ്ങളുടെ ആശുപത്രിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടി. ക്യാമ്പിൻ്റെ ഭാഗമായി സാത്വികമായ ഭക്ഷണക്രമം, വൃക്കരോഗികൾ പാലിക്കേണ്ട വിശേഷ ഭക്ഷണ രീതി തുടങ്ങിയ വിഷയങ്ങളിൽ ഡയറ്റീഷ്യൻ്റെ ബോധവൽക്കരണ സെഷനും സംഘടിപ്പിച്ചിരുന്നു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പിന്തുടരുന്നതിനുള്ള നിർദ്ദേശങ്ങളും പരിചയപ്പെടുത്തിയിരുന്നു. വൃക്കരോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും നേരത്തെ രോഗം തിരിച്ചറിയുന്നതിനുള്ള പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നതിന് ക്യാമ്പ് സഹായകരമായിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. നമ്മൾ ഇത്തവണ ഈ വേൾഡ് കിഡ്നി ഡേയുടെ തീം എന്താണെന്ന് വെച്ചാൽ ആർ യുവർ കിഡ്നീസ് ഓക്കെ, ഡിറ്റക്ട് ഏർലി, പ്രൊട്ടക്ട് യുവർ കിഡ്നീസ് എന്നാണ്. അതായത് കിഡ്നി അസുഖങ്ങൾ പലപ്പോഴും വളരെ ഒരു സൈലൻ്റ് ആയിട്ടാണ്, ഏർലി സ്റ്റേജിൽ നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സ്ക്രീനിങ് ടെസ്റ്റിലൂടെ കണ്ടെത്തണം എന്നുള്ള, നേരത്തെ കണ്ടെത്താനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വർഷത്തെ വൃക്ക രോഗദിനം ആചരിച്ചത്. അപ്പോൾ റിസ്ക് ഫാക്ടർ ഉള്ള ആൾക്കാർ വളരെ നേരത്തെ തന്നെ ടെസ്റ്റുകൾ കണ്ടുപിടിച്ചാലേ നമുക്ക് വൃക്കരോഗം ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. റിസ്ക് ഫാക്ടർ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഡയബറ്റിസ്, പ്രമേഹമുള്ള ആൾക്കാർ, ദീർഘകാലമായിട്ട് രക്തസമ്മർദ്ദമുള്ള ആൾക്കാർ, പിന്നെ പല ആവശ്യങ്ങൾക്കും ഓവർ ദ കൗണ്ടർ ഇങ്ങനെ വേദന സംഹാരി കഴിക്കുന്ന ആൾക്കാർ, ഹൃദ്രോഗമുള്ള ആൾക്കാർ, ഇവരൊക്കെയാണ് കൂടുതലും. അമിതവണ്ണം, ഇതുപോലെയുള്ള ആൾക്കാർക്കാണ് വൃക്കരോഗം വരാനുള്ള സാധ്യത. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് സൗജന്യ ആരോഗ്യ പരിശോധനയും വിദഗ്ധ മാർഗനിർദ്ദേശവും ലഭ്യമാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി KMCT ആശുപത്രി ഇത്തരം ക്യാമ്പുകൾ തുടർന്നും സംഘടിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. വൃക്കരോഗ വിഭാഗം മേധാവി ഡോക്ടർ PK രാജേഷ്, ഡോക്ടർ P സുനയന, PRO നവീൻ കുര്യൻ, ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ M ഫർസാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.